നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനിയുടെ അച്ഛൻ വന്നപ്പോ എന്തോ കൽപ്പന പുറപ്പെടുവിച്ചെന്ന് കേട്ടു. എന്താന്ന് അയാള് പറഞ്ഞില്ലേ? അതോ മരുമകനെ സന്തോഷിപ്പിക്കാൻ വേറെന്തെങ്കിലും അയാള് പറഞ്ഞോ? നോക്ക്, ഈ കാര്യത്തിൽ ഒരു തർക്കത്തിന് എനിക്ക് താല്പര്യമില്ല. നന്ദിനിക്ക് സുഖമില്ല. സുഖമില്ലാതായത് വെറുതെ അല്ലല്ലോ. തല്ലി ചതച്ച് ബോധം കെടുത്ത് താഴെയിട്ടിട്ടല്ലേ? അതെന്റെ തെറ്റാ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ തെറ്റിനൊരു കാരണമുണ്ട്. ഞാൻ എന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന എനിക്ക് വിലപ്പെട്ട ഒരു കാര്യം അടുക്കളയിൽ വേസ്റ്റ് തുണികൾക്ക് പകരം എത്തിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എത്തിയെന്ന് കണ്ടുപിടിക്കാനും എനിക്കറിയാം. അതെന്താന്ന് നീ സൗകര്യം പോലെ ചെയ്. അവളെ ഇവിടെ കെടുത്തി ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പകർച്ചവ്യാധിയാണ്. ഞങ്ങൾക്കിവിടെ സമാധാനമായിട്ടൊന്ന് ജീവിക്കണം. അതെ, നന്ദിനി എന്റെ ഭാര്യയാണ്. അവക്കൊരു അസുഖം വന്നാൽ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയാണെങ്കിൽ നീ അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോ, കൊണ്ടുപോയി ചികിത്സിക്ക്. ഞങ്ങൾക്ക് കാവലിരിക്കാൻ പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞു. നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചോ? നന്ദിനിക്ക് എന്തെങ്കിലും സഹായത്തിന് നിങ്ങളെ ആവശ്യമില്ല. പിന്നെന്തിനാടാ അച്ഛനോട് പറഞ്ഞ് എന്നോടും എന്റെ പെൺമക്കളോടും നീ കെഞ്ചിയത്? അതെനിക്കറിയില്ല, അതൊക്കെ അച്ഛന്റെ താല്പര്യമായിരിക്കും. പക്ഷേ എന്റെ താല്പര്യം ഇതാ. നന്ദിനി ഇവിടെ തന്നെ ഉണ്ടാവും. നന്ദിനിയുടെ ട്രീറ്റ്മെന്റ് ഇവിടെ തന്നെ നടക്കും. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ച നീ എന്ത് ചെയ്യടാ? വേറൊന്നും ചെയ്യാനില്ല. പകർച്ചവ്യാധിയുള്ള ഒരാളുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഈ വീട് വിട്ടിറങ്ങണം. എല്ലാവരും ഇറങ്ങിക്കോണം. വെറും ഒരു വേലക്കാരിക്ക് വേണ്ടി ഞാനും എന്റെ മക്കൾ ഈ വീട് വിട്ടിറങ്ങണോ? എന്താ പത്മ ഇത്? അല്ല, എന്നോട് ഇവൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? എന്നോടും എന്റെ മക്കളോട് ഈ വീട് വിട്ട് ഇറങ്ങി പോവാൻ. സൂര്യ അങ്ങനെ പറയാൻ തീരുമാനിച്ചതല്ലോ, താൻ നിർബന്ധിച്ച് പറയിപ്പിച്ചതല്ലേ? ഓ, അപ്പൊ പതിവ് പോലെ ഇക്കാര്യത്തിലും സൂത്രധാരൻ നിങ്ങൾ തന്നെയല്ലേ? സുദേവനെ മാത്രമേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ടുള്ളൂ. അതും ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ടോ? അല്ല, വീണ് കിട്ടിയ ഒരു അവസരമാണല്ലോ തെരുവ് തെണ്ടികളൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ. ഇനി ഒരു അക്ഷരം അവരെ പറ്റി മുന്നിൽ പോരുത്. എന്താ പറഞ്ഞത്? വീണ് കിട്ടിയ അവസരം? ഇത്രയും വലിയൊരു അസുഖം ഒരാൾക്ക് പിടിപെടുന്നത് അവസരമായിട്ട് ഉപയോഗിക്കുന്നത് ഞാനോ അച്ഛനോ അല്ല. ഈ അസുഖത്തിന്റെ പേരിൽ നന്ദിനി ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് അതുകൊണ്ടാ. അമ്മയ്ക്കോ മക്കൾക്കോ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇറങ്ങണം ഇവിടുന്ന്, അല്ലെങ്കിൽ ഞാൻ അടിച്ചിറക്കും. അച്ചോടാ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? എന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ മാത്രം ധൈര്യം ഉണ്ടോ നിനക്ക്? അതെ, മനുഷ്യത്വമില്ലാത്ത വാക്കും പ്രവൃത്തിയും ചെയ്യുന്നവരോട് ഒരു കോംപ്രമൈസും എനിക്കറിയില്ല. അച്ഛാ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇപ്പൊ നന്ദിനി അവിടെ വേദന എടുത്ത് കിടക്കുക. അച്ഛാ, അവക്ക് അസുഖമാണ്. ഈ അവസ്ഥയിൽ അവളെ ദ്രോഹിക്കാൻ ഈ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ തുനിഞ്ഞാൽ സൂര്യ പകരം വീട്ടുന്നത് ഇവരാരും താങ്ങില്ല.